യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം ചെറിയൊരു ആലോചന കർത്താവ് തന്നത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അവിടെ 38 വർഷം ഒരു കുളത്തിൻ്റെ കരയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ ചരിത്രമാണ് അവിടെ പറയുന്നത്. രസകരമായ ഒരു ചരിത്രമാണത്. വലിയ ദൈവപ്രവർത്തികൾ അതിൻ്റെ തൊട്ടടുത്ത് നടക്കുന്നുണ്ട് എങ്കിലും ഒരു ദൂതൻ വന്ന് അതിടയ്ക്ക് കലക്കിയിട്ട് പോകും. എന്നാൽ ഈ ഒരു മനുഷ്യനെ കുറിച്ച് ഒരുപാട് രോഗികളായിട്ടുള്ള വ്യക്തികളെല്ലാം അവിടെ വന്ന് കിടക്കുന്നുണ്ട് എങ്കിലും ഈ ഒരു മനുഷ്യനെ കുറിച്ചാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എടുത്ത് അവിടെ പറയുന്നത്. ഇന്ന് നമ്മോടുള്ള, പ്രത്യേകിച്ചും നമ്മളെ കേൾക്കുന്ന, ഇവിടെ ആയിരിക്കുന്ന, ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന ചിലർക്ക് വേണ്ടിയുള്ള പ്രത്യേക ഒരു ദൈവീക ദൂതാണിത്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ഇയാൾ അവിടെ കിടക്കുകയാ. എന്നാൽ ഒരു പ്രത്യേക സമയമായി കഴിഞ്ഞപ്പോൾ യേശു ആ സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു. ഹല്ലേലൂയ. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ ടേണിംഗ് പോയിന്റ് അവിടെ വെച്ചിട്ടാണ്. സ്തോത്രം. an encounter with the word of life. ഹല്ലേലൂയ. വർഷങ്ങളായി അവിടെ കിടക്കുകയാണ്. എന്നാൽ കർത്താവ് അവിടേക്കൊന്ന് കടന്നു ചെല്ലാൻ തീരുമാനിച്ചു. ആ ഭാഗം പെട്ടെന്നൊന്ന് വായിക്കാം. 5:1. അതിന്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. 3-ാം വാക്യം. യേശു അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. 3-ാം വാക്യം. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അവിടെ കാത്തു കിടക്കുകയാണ് ഒരു വലിയ കൂട്ടം. ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി, ഒരു ടച്ച് കാത്ത് അനേകരവിടെ കൂടിയിട്ടുണ്ട്. എന്നാൽ 5-ാം വാക്യം. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ പുരുഷാരത്തിൻ്റെ ഇടയ്ക്ക് എത്ര സകലമായ ഡീറ്റെയിലുകളും ഈ മനുഷ്യനെ കുറിച്ച് അറിയാവുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുകയാ. ഹല്ലേലൂയ. വലിയൊരു പുരുഷാരത്തിൻ്റെ അകത്ത് ആരും അറിയാത്ത, ആരും കാണാത്ത ഒരു വ്യക്തിത്വമായിരിക്കുന്നു ഞാൻ എന്ന് നിങ്ങൾ വിചാരിക്കുന്നു എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും സ്വർഗം അറിയുന്നു. ഹല്ലേലൂയ. 38 വർഷമായിട്ട് ഇയാൾ അവിടെ കിടക്കുകയാണ്. കർത്താവ് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നു. വായിക്കാം. അവൻ കിടക്കുന്നത് യേശു കണ്ടു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. സ്തോത്രം. നിനക്ക് ഇതെല്ലാം പറയുമ്പോഴും ഇതിനകത്ത് കർത്താവ് ചിലത് നമ്മളോട് ഇടപെടാൻ ആഗ്രഹിക്കുകയാണ്. Why 38 years? ഒരു ചലനവുമില്ലാതെ ജീവിതത്തിൽ നഷ്ടമായി പോയി എന്ന് ചിന്തിക്കുന്ന 38 വർഷത്തിൻ്റെ ഒരു ചരിത്രം ഈ മനുഷ്യന്റെ ജീവിതത്തിൽ പറയുവാനായിട്ടുണ്ട്. ഉണ്ട്. കർത്താവ് കണ്ടില്ലേ, കേട്ടില്ലേ, അറിഞ്ഞില്ലേ? സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ എന്തുകൊണ്ട് 38 വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു ചലനം? എന്തുകൊണ്ട്? വൈ? ദൈവത്തിന്റെ നീതിയാ. ഹല്ലേലൂയ. കർത്താവ് കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞില്ല. എല്ലാം തീർന്നു പോയി, ഇനിയും ഒരു വ്യത്യാസവും വരത്തില്ല എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിന് വേണ്ടിയുള്ള കാലങ്ങളെ നമ്മൾ അമ്മയുടെ ഉദരത്തിലായിരിക്കും മുൻപേ നിയമിച്ചാക്കി വെക്കുന്ന ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ട്. ഹല്ലേലൂയ. 70 സംവത്സരം അടിമത്വത്തിൽ കിടക്കുന്നതിന് ശേഷം ഇസ്രായേൽ മക്കൾ ബാബിലോണിൽ നിന്നും വിടുവിക്കപ്പെടണമെന്ന് ദൈവം മുന്നമേ തീരുമാനിച്ചു വെച്ചു. ഹല്ലേലൂയ. പറയട്ടെ ദൈവമക്കളെ, 2025 അതുപോലൊരു വർഷമാണ്. ഹല്ലേലൂയ. ഒരു വിടുതലിന്റെ വർഷമാണ്, സ്വാതന്ത്ര്യത്തിന്റെ വർഷമാണ്, ഒരു ജൂബിലി വർഷമാണ്. ഹല്ലേലൂയ. നിങ്ങൾ അധ്വാനിക്കുന്നത് കൊണ്ടല്ല, കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളെ കണ്ടറിഞ്ഞ് ദൈവത്തിന്റെ നീതി നിങ്ങളുടെ മേൽ വെളിപ്പെടുന്ന ഒരു വർഷമാണ്. നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു വർഷമാണ്.
നിങ്ങളുടെ അവകാശങ്ങളിലേക്ക് നിങ്ങളെ മടക്കി കൊണ്ടുവരുന്ന ഒരു വർഷമാണ്. ഹല്ലേലൂയ. കർത്താവ് അവന്റെ അടുക്കലേക്ക് പോയി അവനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ? നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ഇന്ന് പരിശുദ്ധാത്മാവ് അനേകരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതൊരു ചോദ്യമാണോ? ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ടോ? ഡു യു വാണ്ട് ടു ഗെറ്റ് വെൽ? ഹല്ലേലൂയ. ഇതൊരാഴമായ മെസ്സേജാണ്, ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുക. വാട്ട് ഡു യു വാണ്ട്? ഒരുപാട് വർഷങ്ങളായി നീ വരുന്നുണ്ടെങ്കിലും കാത്തിരിക്കുന്നുണ്ടെങ്കിലും വാട്ട് ഡു യു വാണ്ട്? Because you will get what you want. Hallelujah. നിനക്ക് വേണ്ടുന്നത് നിനക്ക് തരുന്ന ഒരു ദൈവമാണ്. Hallelujah. അദ്ദേഹത്തിന്റെ ഉത്തരം എന്തായിരുന്നു? രോഗി അവനോട്, എനിക്ക് ശരിയാകണമെന്നോ എന്ത് വേണമെന്നോ അല്ല അദ്ദേഹം പറയുന്നത്. വളരെ കുരുങ്ങി കിടക്കുന്ന ഒരു മനോഭാവത്തിന്റെ ഉടമയാണ് ഇദ്ദേഹം. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയാതെ വണ്ണം നീണ്ട നാളുകൾ കടന്നു പോയതിന്റെ പിന്നിലുള്ള ഒരു സാധനം കർത്താവ് പൊക്കിയെടുത്തോണ്ട് വന്ന് കാണിക്കുക. What do you want? And he doesn't have a simple answer. അതിന് ലളിതമായ ഒരു ഉത്തരമല്ല പറയുന്നത്. എന്തുവാ പറയുന്നത്? യജമാനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്കാരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തിന് എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. ആ പറഞ്ഞ ഉത്തരത്തിന്റെ അകത്ത് അദ്ദേഹത്തിന്റെ ഹൃദയവും മനോഭാവവും എല്ലാം മറഞ്ഞിരിക്കുക. There is no one to help me. വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും ഞാനൊരു നികൃഷ്ടനാ, കൊള്ളാത്തവനാ, എനിക്കാരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, ഈ വിടുതലിലേക്കൊന്ന് കൊണ്ടെത്തിക്കുവാൻ എനിക്കാരുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാ കർത്താവ് മോനെ, ഞാൻ നിന്നെ പൊക്കി അവിടെ കൊണ്ടിടാമെന്നാണോ പറഞ്ഞേ? ആണോ? കേൾക്കുന്നോണ്ട് അങ്ങനല്ലേ പറയണ്ടെന്നേ? എന്തുവാ കർത്താവ് പറഞ്ഞത്? യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. അതെ, സ്തോത്രം. ആരാധന മധ്യേ ഇന്ന് നമ്മൾ കേട്ടതാ അല്ലേ? എഴുന്നേറ്റ് പ്രകാശിക്കുക. ദിസ് ഈസ് സോ സിമ്പിൾ. എന്നാ പിന്നെ നേരത്തെ എഴുന്നേക്കരുതായിരുന്നു? ആരും സഹായിച്ചില്ലല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തൻ്റെ ചിന്തകളും മനോഭാവങ്ങളും നിമിത്തം തനിക്ക് തന്നെ വേലികൾ കെട്ടി അതിനകത്ത് 38 വർഷം ഒരു കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്നത് പോലെ കിടന്നുപോയ ഒരു മനുഷ്യന്റെ ചരിത്രമായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു അടുക്കൽ വന്ന് പറഞ്ഞു, ഗെറ്റ് അപ്പ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 2025 പരിശുദ്ധാത്മാവിന്റെ ഒരു ശബ്ദമായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. The favorable year of the Lord is upon you. Amen. Hallelujah. ഭൂമി മുഴുവനും അന്ധകാരമാണെങ്കിലും യഹോവയുടെ പ്രസാദം, പ്രകാശം, മഹിമ നിന്റെ മേൽ ഉദിച്ചിരിക്കുക. ഹല്ലേലൂയ. ഒന്ന് സിമ്പിൾ ആയാ മതി. ഹല്ലേലൂയ. ഒന്ന് സിമ്പിൾ ആയാ മതി, ഒന്ന് ഹംബിൾ ആയാ മതി. സ്തോത്രം. നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഗെറ്റ് അപ്പ്, പിക്ക് അപ്പ് യുവർ വാലറ്റ്. ഞാൻ തന്നെ എങ്ങനെ എഴുന്നേക്കുന്നതെന്ന് വിചാരിച്ചിരിക്കുമ്പം കർത്താവ് പറഞ്ഞു, നിന്റെ സകല കാര്യങ്ങൾക്കും നീ മാത്രം മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യു ഗെറ്റ് അപ്പ്. ഒന്ന് പറഞ്ഞേ, ഞാൻ എഴുന്നേൽക്കും, ഞാൻ എഴുന്നേൽക്കും, ഞാൻ എൻ്റെ കിടക്ക എടുക്കും, ഞാൻ നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വ്യാധി പിന്നീട് ഒരിക്കലും അവന്റെ ജീവിതത്തിൽ മടങ്ങി വന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. വല്ലവരും പിടിച്ചെഴുന്നേൽപ്പിച്ചായിരുന്നെങ്കിൽ ആ ആള് പോകുമ്പം പുള്ളി പിന്നെ എന്തോ എടുത്തേനെ, കിടന്നേനെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രത്യേക ഒരു ദൈവകൃപ, ഒരു അഭിഷേകം ഈ വർഷത്തിൽ നമ്മുടെ ജീവിതങ്ങളുടെ മേൽ വ്യാപരിക്കുക. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വാഴുകയാ. ഇതിലും വലിയ ദൈവപ്രവർത്തികൾ ചെയ്യുവാൻ ഇതുവരെ കണ്ടതിനേക്കാൾ, കേട്ടതിനേക്കാൾ, അനുഭവിച്ചതിനേക്കാൾ വലിയ ദൈവപ്രവർത്തികളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു വർഷമാണ്. Hallelujah, hallelujah. We bless you in the name of the Lord. Hallelujah. Glory to God.